നല്ല ഫിഷ് കട്ട്ലറ്റ് ചായയോടൊപ്പവും ഒന്ന് പുറത്തു പോയാൽ ലെമൺ ജ്യൂസിനോടൊപ്പവും ഒരു കട്ട്ലറ്റൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ നമുക്ക് ഏവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ നമുക്ക് നല്ല രുചികരമായ ഒരു ഫിഷ് കട്ട്ലറ്റ് ട്രൈ ചെയ്യാം. ചൂരമീൻ കൊണ്ടാണ് ഇന്നത്തെ വിഭവം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയതിൽ കുറച്ച് ചൂരമീൻ ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ. ആദ്യമായി ഒരു കുക്കറിലേക്ക് 4 ഉരുളക്കിഴങ്ങ് ഇട്ട് നികക്കെ വെള്ളവും ഒഴിച്ച് വേവിക്കാം. ഒരു 4 വിസിൽ. ആ സമയം കൊണ്ട് കഴുകി വൃത്തിയാക്കി മുള്ളൊക്കെ കളഞ്ഞ ചൂര കഷ്ണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് മൂടി കൊണ്ട് അടച്ചു വെച്ച് ഒന്ന് പാകപ്പെടുത്താം. മീൻ അവിടെ കിടന്ന് പാകമാകട്ടെ. ആ സമയം കൊണ്ട് കുക്കറിന്റെ ആവിയൊക്കെ കളഞ്ഞ് വെന്ത ഉരുളക്കിഴങ്ങ് ഓരോന്നെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാം. നല്ല ചൂടാണേ. പതുക്കെ പതുക്കെ തൊലിയൊക്കെ ഉരിച്ച് ഒരു പാത്രത്തിലേക്കിട്ടു. അത് ചൂടോടുകൂടി തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കാം. ചൂടോടുകൂടി ഉടച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇനി ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഓയിൽ കുറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ കട്ട്ലറ്റ് വറുത്ത് കോരുമ്പോൾ പിരിന്നു പോകും. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് നല്ല പോലെ വഴറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് നല്ലപോലെ ഇളക്കാം. അത് അവിടെ വഴലുന്ന സമയത്ത് പാകമായ മീൻ കഷ്ണങ്ങൾ ചെറുതായി ഒരു സ്പൂൺ കൊണ്ട് ഉടയ്ക്കാം. ഈ സമയത്ത് മുള്ളൊക്കെ ഉണ്ടയിൽ എടുത്തു മാറ്റാം. നല്ലപോലെ ഉടയ്ക്കണേ, അല്ലെങ്കിൽ ഒരു മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി വഴറ്റിയ ഉള്ളിയിലേക്ക് പെരിഞ്ജീരകവും ഇട്ട് ഒന്നിളക്കാം. ഇനി മസാലകൾ ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി നല്ലപോലെ ഇളക്കാം. മസാലകളെല്ലാം ഒന്ന് മൂക്കട്ടെ. അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചൂരമീൻ ഇട്ട് നല്ലപോലെ ഇളക്കാം. നല്ലപോലെ ഇളക്കി മസാലയും മീനുമായി ചേരണം. അതിലേക്ക് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് മല്ലിയില ചെറുതായി അരിഞ്ഞതും ഇട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ആക്കാം. നല്ലപോലെ ഇളക്കി എല്ലാം കൂടി യോജിക്കണം. ആ സമയത്ത് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാം. ഇനി 4-5 പീസ് ബ്രെഡ് ചെറുതായി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഇടാം. ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ടേ. ഇനിയൊരു പാത്രത്തിലേക്ക് 1.5 സ്പൂൺ മൈദ കുറച്ച് വെള്ളവും ഒഴിച്ച് ലൂസ് പരുവത്തിൽ മിക്സാക്കി വെക്കാം. ഇനി കട്ട്ലറ്റിന്റെ മിക്സിൽ നിന്ന് ഒരു പിടി എടുത്ത് നല്ലപോലെ ഉരുട്ടി. നല്ല ചൂടുണ്ടേ. ചൂടൊന്ന് കുറയുമ്പോൾ ചെയ്താലും മതി. കൈകൊണ്ട് ഈ മിക്സ് നല്ലപോലെ ഉരുട്ടി കൈയുടെ പാദം കൊണ്ട് ഉരുളയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് സൈഡൊക്കെ വിരൽ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അത് മൈദയുടെ ഡോയിലേക്ക് ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ ഇട്ട് തിരിച്ചു മറിച്ചും സൈഡിലുമെല്ലാം ഇട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അതൊരു പ്ലെയിൻ പാത്രത്തിലേക്ക് നിരത്താം. ഇങ്ങനെ ഓരോ ഉരുളകളും ചെയ്തെടുക്കാം. ഈ ഷേപ്പിൽ മാത്രമല്ല, ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണേലും ഉരുട്ടാട്ടോ. ഇനി പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ മുങ്ങിക്കിടക്കുന്നതാണേ നല്ലത്. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളേ. എണ്ണ നല്ലതുപോലെ ചൂടാകണം. അതിനു മുമ്പേ കട്ട്ലറ്റ് ഇട്ടാൽ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണേ. ചൂടായ എണ്ണയിലേക്ക് ഓരോ കട്ട്ലറ്റും ഇടാം. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ കൂട്ടിയും കുറച്ചും നിൽക്കണേ, അല്ലെങ്കിൽ പിരിന്നു പോകും. ഓരോ കഷ്ണങ്ങളും ഇട്ട് മൂത്ത് വരുമ്പോൾ മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്ത കട്ട്ലറ്റ് ഓരോന്ന് സ്പൂൺ കൊണ്ട് എണ്ണ വാർത്ത് പതിയെ കോരി പാത്രത്തിലേക്ക് ഇടാം. അങ്ങനെ പല ഷേപ്പിലുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ടേ. ഇത് ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പ് മുക്കി കഴിക്കുന്നതാണ് ഏറ്റവും രുചികരം.